പിന്നെ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയ അള്ളാഹുവിൻ്റെ നാമം എന്ന് പറയുന്നത് അൽ ഹഫീലും അൽ ഹാഫിളും ആണ് അല്ലേ. അൽ ഹഫീലും അൽ ഹാഫിളും പിന്നെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും സുരക്ഷയും നൽകുന്നവൻ അല്ലേ. ആ ഒരു റബ്ബിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ബാക്കിയാണ് നമുക്കിത് പറയാനുള്ളത് ഇൻഷാ അല്ലാ. എന്തെല്ലാം പറഞ്ഞത് ഓർക്കുന്നുണ്ടാരെങ്കിലും? എവിടെ ഓർക്കാനല്ലേ, ഒരാഴ്ച കഴിഞ്ഞില്ലേ. പറയുമ്പോൾ ഓർമ്മ ഉണ്ട് എന്നല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓർമ്മ അല്ലേ. ടീച്ചർ ഭാനു ടീച്ചർ പറഞ്ഞോളൂ. മുള്ളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ വിവരങ്ങളും അല്ലാഹു തആല സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലേ. അതിലും ഈ ഹാഫിലും ഹഫീലും ഉൾപ്പെടുന്ന പറയുന്നത്. അതായത് അള്ളാഹു പറയുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൽ. എല്ലാ കാര്യങ്ങളും അല്ലേ, നമ്മളെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരാളും ഇല്ല. എല്ലാവരുടെ കൂടെ ഒരു നിരീക്ഷകൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഒരു CCTV ക്യാമറ എവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്? നമ്മളെ ബോഡിയിലുണ്ട് അല്ലേ, നമ്മളെ ശരീരത്തിലുണ്ട്. അല്ലാതെ റോഡിലോ മാളിലോ വീടിലോ ഒന്നുമല്ല, നമ്മളെ ബോഡിയിൽ തന്നെ എന്തുണ്ട്? ഒരു നിരീക്ഷണ ക്യാമറ സദാ നമ്മളെ വീക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരും ഇത് ചിന്തിക്കുന്നില്ലേ? നമ്മളിത് പറയുമ്പോൾ എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരുമ്പോൾ അത് അവിടെ എഴുതി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്. പിന്നെ ഈ ഭൂമിയിലും ആകാശത്തും ഒക്കെ ഉള്ള അതിൻ്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും ആരുടെ സംരക്ഷണത്തിലാണ്? അത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അല്ലേ. അതിനും അള്ളാഹു എന്തില്ല, ഒരിക്കലും അള്ളാഹുവിന് അതൊരു ഭാരമേ അല്ല. അത് സംരക്ഷണ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവനത് ഒരു ഭാരമായിട്ട് ഒരു നിലക്കും അത് വരൂല എന്നുള്ള നിലക്ക്. പിന്നെ ഇത് മൊത്തത്തിൽ പറഞ്ഞതല്ലേ. ഇനി അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം 2 നിലക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം പറഞ്ഞതാണ്, എന്നെല്ലാം ഒന്നും കൂടി പറയുന്നതാണ്. ഭക്ഷണപാനീയങ്ങളും വായുവും വെള്ളവും ജീവിത സൗകര്യങ്ങളും എല്ലാം നമുക്ക് ശരിയാക്കി തന്നിട്ട് നമുക്ക് വിധിച്ച ജീവിതാവശ്യങ്ങളിലേക്ക്, നന്മകളിലേക്ക് മാർഗം കാണിച്ചു കൊണ്ടുള്ള സംരക്ഷണം അല്ലേ. ഭക്ഷണപാനീയങ്ങളും വായും വെള്ളവും എല്ലാം അല്ലാഹു തആല ഈ ദുനിയാവിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെന്ന് വിചാരിച്ചിട്ട് അത് എല്ലാവർക്കും സുഭിക്ഷമായിട്ട് കിട്ടുമോ? ഇല്ല അല്ലേ. അത് ഓരോരുത്തർക്ക് വിധിച്ചതിന് അനുസരിച്ച് നമ്മളെ ജീവിത ആവശ്യങ്ങൾക്ക് കണക്കാക്കിയിട്ട് അല്ലാഹു തആല എന്താക്കും, നൽകുന്ന രീതിയിലുള്ള സംരക്ഷണം. ഇപ്പോൾ ശരിക്കും മഴ പോലും മുമ്പൊക്കെ കേരളത്തിൽ മഴ എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും മഴ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കണ്ണൂരിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ താണ എന്ന് പറയുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടൗണിലെത്തുമ്പോഴത്തേക്കും മഴ ഉണ്ടാവില്ല. അങ്ങനെ ഇടവിട്ടിട്ടാണ് മഴയെല്ലാം കൊടുക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അതിങ്ങനെ കണക്കാക്കിയിട്ട് കൊടുക്കാൻ അല്ലേ തുടങ്ങി. അപ്പം നമുക്ക് വിധിച്ച ജീവിതാവശ്യങ്ങളിലേക്ക് ആവശ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നൽകുന്ന ഈ ഒരു സംരക്ഷണം ഉണ്ടല്ലോ. അതായത് ഇപ്പം പറഞ്ഞ ഈ വായു, വെള്ളം, ഭക്ഷണം, അങ്ങനെയുള്ള വസ്തുക്കൾ, ജീവിത സൗകര്യങ്ങൾ, ഇത് നല്ല ആള് ബടക്കാള് എന്ന് വെച്ചിട്ട് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പുണ്യാളന്മാർക്കും പാപികൾക്കും ജന്തുമൃഗാദികൾക്കും എല്ലാവർക്കും കിട്ടും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, മനുഷ്യന്മാരെ ഇങ്ങനെ ചില വിഷയങ്ങളിൽ അല്ലാഹു തആല ഉപമ പറയുമ്പോൾ മനുഷ്യരെ കുറിച്ച് അധപ്പതിച്ച മനുഷ്യന്മാരെ കാലുകളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും മോശമായത് എന്നുള്ള നിലക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുനിയാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തിന്ന് കുടിച്ച് അല്ലേ, അങ്ങനെ അപ്പിട്ട് അങ്ങനെ പോകാന്നല്ലാണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ച് എന്തില്ല, ലക്ഷ്യങ്ങളോ ഒന്നുമില്ല.
അല്ലെ, പരലോകം, സ്വർഗം, നരകം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുപോലെ അല്ല മനുഷ്യന്മാർക്ക് ഇവിടെ അല്ലാഹു തആല പിന്നെ അവരെ പോലെ തന്നെ തിന്ന് സുഖിച്ച് കുടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല നമ്മളെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലേ. ശരിക്കും ഭക്ഷണം എന്നുള്ളത് നമ്മളെ ജീവിക്കാനുള്ള, ജീവൻ നിലനിർത്താനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ആരോഗ്യം നിലനിർത്താനുള്ള മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കണ്ടാൽ നമ്മൾക്ക് തന്നെ തോന്നും എന്ത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് അല്ലേ. നമ്മളെ ചിന്ത പോലും അങ്ങനെയല്ലേ. ഭൂരിപക്ഷ സ്ത്രീകൾക്ക് പോലും എന്തായാലും ഒരു കോമഡി ആയിട്ട് കണ്ടിരുന്ന, അധിക സ്ത്രീകളെ ടെൻഷൻ തന്നെ എന്താ, നാളെ എന്താ കറി വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. ശരിക്കും അതൊരു പരിധിവരെ ശരി തന്നെയാണ്. കാരണം ആ ചിന്ത വല്ലാതെ പലരെയും അലട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കത് ചിന്തിക്കാണ്ടിരിക്കാനും കഴിയില്ല അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നതല്ല വെച്ചാൽ മൃഗങ്ങളെ പോലെ നമ്മളാകാൻ പാടില്ല. വെറും തിന്ന് കുടിച്ച് ബാത്റൂം പോയി അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടാനുള്ളവരല്ല നമ്മൾ. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറന്നു പോകാനേ പാടില്ല. എവിടെയും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അവിടെ പലതും നമുക്ക് ചിന്തിക്കാനുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ. അതുകൊണ്ടല്ലേ ഇത് നമ്മളെ മുമ്പിൽ ഇതിങ്ങനെ എത്തുന്നത് സുഭിക്ഷമായ രീതിയിൽ. എന്നിട്ട് സുഭിക്ഷമായി നമ്മൾക്ക് ഭക്ഷണം ഉണ്ട് എന്ന് വിചാരിക്കാം. ചിലർക്ക് രോഗങ്ങൾ വന്നിട്ട് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ. ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഉപ്പിടാൻ പാടില്ല, മധുരം ഇടാൻ പാടില്ല, ഓയിൽ പാടില്ല, പൊരിച്ചത് പാടില്ല, ചിക്കൻ പറ്റൂല, ബീഫ് പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലേ. ഇതൊന്നും നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവിടെ തടസ്സങ്ങൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം ഇതൊക്കെ എന്താ, ഒരു തരത്തിൽ പരീക്ഷണങ്ങളാണ് അല്ലേ. നമ്മളൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരം വെളുത്ത് രാത്രിയാകുന്നതിനിടയിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവിടെ ഓരോ സമയത്തും അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞ് അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞ് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഭക്ഷണം തന്നതിന് സ്തുതി പറയണം. ഭക്ഷണം നമുക്ക് നമ്മളെ സ്വന്തം കൈകൾ കൊണ്ട് വാരി വായിലിടാൻ കഴിയുന്നതിൽ സ്തുതി പറയണം. അത് വയറ്റിലേക്ക് ചവച്ചിറക്കാൻ കഴിയുന്നതിൽ സ്തുതി പറയണം. അതിറങ്ങി അത് ദഹിച്ച് അല്ലെ നമുക്ക് വേണ്ട ശരീരത്തിന്റെ പോഷണവും രക്തവും മാംസവും മജ്ജിയും ഒക്കെ ആക്കി അതിനെ മാറ്റി ആവശ്യമില്ലാത്തത് വേസ്റ്റ് ആക്കി അത് ബാത്റൂം പോകുമ്പോൾ സുഖകരമായ രീതിയിൽ അതങ്ങ് പുറന്തള്ളാൻ നമുക്ക് കഴിയുന്നതിന് ഇതിനൊക്കെ നമ്മൾ റബ്ബിനെ സ്തുതിക്കണം ഓരോ ദിവസവും അല്ലെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതിനൊക്കെ സാധിക്കാത്ത എത്ര ആൾക്കാർ ഈ ദുനിയാവിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് പല ഭാഗങ്ങളിൽ കഴിയുന്നു. നമ്മൾ ഓരോരുത്തരെ ഓർമ്മിക്കാൻ അള്ളാഹുവിൻ്റെ ഇപ്പം ഇത് അള്ളാഹു നൽകുന്നത് പുണ്യവാന്മാരോ പാപികളോ എന്ന് വിചാരിച്ചിട്ടോ അല്ല അല്ലെ. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹിക്മത്താണ്. അത് അള്ളാഹു അങ്ങനെ ഒരു ഇത് കൊടുക്കാം. ഇനി പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. അതാർക്കാന്നറിയോ അള്ളാഹു കൊടുക്കുക? അള്ളാഹുവിൻ്റെ വലിയകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്ത അവൻ്റെ വലിയകൾക്ക് അള്ളാഹു നൽകും. പിന്നെ പുണ്യങ്ങൾ പ്രവർത്തിച്ചിട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പിന്നെ ജീവിക്കുന്ന പുണ്യാളന്മാർക്കും മുഹ്സിനീങ്ങൾക്കും അള്ളാഹുവിൻ്റെ വലിയകൾക്കും പ്രത്യേകമായ ഒരു സംരക്ഷണം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മേലെ പറഞ്ഞ ആ സംരക്ഷണത്തിനോടൊപ്പം തന്നെ പിന്നെ അതായത് നമ്മളെ സൽക്കർമ്മങ്ങളിൽ നമ്മളെ തടയാതെ പിന്നെ തെറ്റായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു പോകാത്ത രീതിയിൽ നമുക്ക് എല്ലാ പിഴവുകളിൽ നിന്നും വഴികേടിൽ നിന്നും കാത്ത് നമുക്ക് സൗഖ്യം നൽകുന്ന ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താകണം? ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാകണം അല്ലേ. നമ്മളൊരു വലിയാകണം, അള്ളാഹുവിൻ്റെ വലിയാകണം, ഒരു മുഹ്സിനായ ഒരു മുത്തഖിയായ നല്ലൊരു അടിമയാകാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹു നൽകുള്ളൂ. പിന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഒരു ഗ്രന്ഥം അല്ലെ, പരിശുദ്ധ ഖുർആൻ, തീർച്ചയായും അതിനെ കാത്തു സൂക്ഷിക്കുന്നത് അള്ളാഹു ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു സൂക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ
അതുപോലെ തന്നെ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ച് തഖ്വയുള്ളവരായി അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിച്ച് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കി ജീവിക്കുന്ന ഓരോ അടിമക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം തീർച്ചയായും ലഭിക്കും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലേ, യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. അല്ലേ, പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിൽ നിനക്ക് അവനെ കണ്ടെത്താം. നമുക്ക് അള്ളാഹുവിനെ നമ്മളെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ, നമ്മൾ പലപ്പോഴും നമ്മളൊരു പ്രാർത്ഥന ദുആ ചെയ്തിട്ട് അത് സ്വീകരിച്ചാലാണ് നമ്മൾ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ പലരും ഉണ്ടാകാറുള്ളത് അല്ലേ. അപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്നത്, നമുക്കൊരു ദുആ ചെയ്തിട്ട് അതിന് സ്വീകാര്യത ഉണ്ടാകുമ്പോൾ. നേരെ മറിച്ച് ദുആ സ്വീകരിക്കാതെ വരുമ്പോഴോ നമുക്കൊരു പ്രയാസം തന്നെയാണ് അല്ലേ. പക്ഷേ അവിടെയും നമുക്ക് നമ്മളെ റബ്ബിനെ കണ്ടെത്താൻ കഴിയണം, അവിടെയും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മളെ ഈമാൻ ശരിക്കും പൂർത്തിയാകുന്നത്. കാരണം അല്ലേ, നമ്മൾ ചോദിച്ചിട്ട് തരാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൽ ഒരുപാട് ഖൈർ അള്ളാഹു ചിലപ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഖൈറിൻ്റെ ആ ഇത് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റൂല, പിന്നീട് ചിലപ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ നിലക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മളെ റബ്ബിനെ നമ്മളെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, ഉറപ്പാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, പതിവ്രതകളായ സ്ത്രീകളെ, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ലവരായ സ്ത്രീകൾ, അനുസരണയുള്ള സ്ത്രീകൾ, അള്ളാഹു സംരക്ഷിച്ച പ്രകാരം തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്ന, പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇത് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പിന്നെ നല്ല സ്ത്രീകളെ പിന്നെ പ്രത്യേക അള്ളാഹു തആല അവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അതിർവിരമ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ അടിമകളെ, ദാസന്മാരെയും അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്, പ്രത്യേകം അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിട്ട് അവരെ ഇതാക്കുന്നുണ്ട്. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവർ അല്ലേ, അങ്ങനെയുള്ളവർ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിൻ്റെ ആ ഒരു വാക്ക് സന്തോഷ വാർത്ത അതൊക്കെ ആരോടാ പറയുന്നത്? ഹാഫിലീങ്ങൾക്കും ഹാഫിലാത്തുകൾക്കും അല്ലേ. അള്ളാഹുവിൻ്റെ പിന്നെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ് ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്ക്, സൂറത്ത് ഖാഫിൽ എന്താ പറയുന്നത്? വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം അകലത്തിലല്ലാതെ വിധത്തിൽ സ്വർഗം അടുത്ത് കൊണ്ടുവരപ്പെടുന്നതാണ്. ഉസ്ലിഫത്തിൽ ജന്നത്തിലെ സ്വർഗം അടുത്ത് കൊണ്ടുവരപ്പെടും. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, ഗൈറ ബഈദ്, അധികം വിദൂരത്തിലല്ലാതെ നിലക്ക്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ഇത് ആർക്കാണ് അല്ലാഹു തആല പറയുന്നത്? ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതാകുന്നു ഇത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ. അവ്വാബിൻ ഹഫീൽ അല്ലേ, അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങുന്ന, നമ്മളെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള ഏതൊരാൾക്കും നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ടതാണെന്ത്? ഈ സ്വർഗം എന്ന് പറയുന്നത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. ആര് അദൃശ്യമായ നിലയിൽ
അള്ളാഹുവിനെ പരമകാരുണികനെ ഭയപ്പെടുകയും താഴ്മയുള്ള ഹൃദയങ്ങളോട് കൂടി വരികയും ചെയ്തു അവനും, അല്ലെ? അപ്പം അങ്ങനെയുള്ളവർക്കാണ് എന്തുള്ളത്? സ്വർഗം, അൽ ജന്ന. അപ്പൊ അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹുവിനെ അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അള്ളാഹു അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും ഗൗരവവും പ്രധാനവുമായ വിഷയം എന്ന് പറയുന്നത്, അള്ളാഹിനോടുള്ള നമ്മളെ അവകാശം എന്ന് പറയുന്നത് അത് തൗഹീദാണ്, അല്ലെ? ഏകദൈവ വിശ്വാസം. അതാണ് തഖ്വയുടെ ഏറ്റവും, അല്ലെ, എല്ലാ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നതും ആ തൗഹീദാണ്. നമ്മൾ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ, വഴിപാടുകൾ, നേർച്ചകൾ മറ്റെല്ലാം അർപ്പിക്കാൻ പാടുള്ളൂ. അതിൽ യാതൊരു പങ്കു ചേർക്കാൻ നമുക്ക് പാടില്ല. ഈ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയും, ഞാനൊരു കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ യാത്ര ചെയ്യുന്നവനായിരുന്നു. അപ്പോ തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അദ്ദേഹം പറയുന്നേ, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, മുആദേ, അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ അവകാശം എന്താണെന്നും അള്ളാഹുവിന്റെ മേലുള്ള അടിമകളുടെ അവകാശം ഏതൊക്കെയാണെന്നും താങ്കൾക്ക് അറിയാമോ? രണ്ട് കാര്യങ്ങളാ ചോദിച്ചത്, അല്ലെ? അള്ളാഹുവിന്റെ മേലുള്ള അടിമകളുടെ അവകാശം ഏതൊക്കെയാണെന്നും അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ അവകാശം എന്താണെന്നും രണ്ട് കാര്യങ്ങളാ ചോദിച്ചത്. താങ്കൾക്കറിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, അള്ളാഹുവും അവന്റെ പ്രവാചകനുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ അവകാശം, അതായത് അടിമകളുടെ മേൽ അള്ളാഹുവിനൊരു അവകാശം എന്താന്ന് വെച്ചാൽ, അവന് മാത്രമേ, അതായത് അവന് മാത്രമേ, അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യണമെന്നും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുതെന്നുമാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ കൃത്യത ശ്രദ്ധിക്കേണ്ടത്, പാലിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. നമ്മൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടവരാണ്. എന്നാൽ അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള അവകാശം അതെന്താണ്? അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നതുമാണ്. സുബ്ഹാനല്ലാഹ്. നോക്കിയാട്ടെ, അല്ലേ? എത്ര നല്ല ഒരു അറിവാണ് നമുക്ക് അള്ളാഹ് പറഞ്ഞു തരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യത എന്താണെന്ന് വെച്ചാൽ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിൽ അവനെ ഇബാദത്ത് ചെയ്യാന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ബാധ്യത, സൃഷ്ടികളോടുള്ള അള്ളാഹിൻ്റെ ബാധ്യത എന്താ? അവനെ പങ്കു ചേർക്കാതെ ജീവിക്കുന്നവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ തൗഹീദിൻ്റെ ആ ഒരു പ്രാധാന്യത്തെയാണ് നമുക്ക് അള്ളാഹു തആല ഇവിടെ അറിയിച്ചു തരുന്നത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാന്ന്, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കട്ടെ, ഈ കാര്യം പറയട്ടെ. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ പറയണ്ട, അവര് പിന്നെ അതിൽ അഭയം കണ്ടെത്തി കർമ്മങ്ങൾ ചെയ്യാത്തവരാകും, കർമ്മങ്ങൾ ചെയ്യാതെ പോകണ്ട എന്നുള്ള നിലക്ക് പിന്നെ ആ ഒരു ഇത് പറഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴോ ആണ് ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ ഘട്ടത്തിൽ, അങ്ങനെ ഏതോ സമയത്തായിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അള്ളാഹുവിനോടുള്ള കടമകൾ നമ്മൾ ചെയ്താൽ നമ്മളോടുള്ള കടമ അള്ളാഹു നിർവഹിക്കും. തീർച്ച ആ ഒരു കാര്യം തൗഹീദ്, അത് അത്രയും വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. നമ്മളെ മനസ്സിൽ മറ്റൊരാൾക്കൊരു സ്ഥാനം, അള്ളാഹിനെക്കാട്ടി അപ്പുറത്തേക്കൊരു സ്ഥാനം ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈമാൻ ശരിയാവില്ല, അല്ലേ?
നമ്മളെ വിശ്വാസം ശരിയാകണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ റബ്ബ്, നമ്മൾ അള്ളാഹ്, അത് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ. ഇതൊരു നമ്മളെ വാക്കുകൊണ്ട് പറയലല്ല, നമ്മളെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് സാക്ഷ്യപ്പെടുത്താൻ കഴിയണം. ആ രൂപത്തിലാകണം നമ്മളെ വിശ്വാസം. പിന്നെ അതുപോലെ നിർബന്ധമായ കർമ്മങ്ങളിൽ ഏറ്റവും അടിമകൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരം, അല്ലെ? അതാ പറഞ്ഞിട്ടുള്ളത്, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലേ? നമസ്കാരം നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. അപ്പോൾ നമസ്കാരത്തിന് അല്ലാഹു തആല ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്, അല്ലേ? എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കൃത്യതയോടെ അതിൻ്റെ അവ്വൽ വക്തിൽ ഏറ്റവും ഭംഗിയായി നമുക്ക് നിർവഹിക്കാൻ. അതിനാണ് ഹാഫിളു അലസ്സലവാത്ത് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു ഇബാദത്തല്ല നമസ്കാരം. അതിന് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അതൊക്കെ കൃത്യമായി നിർവഹിക്കുക. പ്രത്യേകിച്ച് ഉത്കൃഷ്ട നമസ്കാരം പറയുന്നുണ്ട്. അതേതാണ്? മധ്യ നമസ്കാരം, അല്ലെ? അസറാന്ന് അങ്ങനെ പറയപ്പെടുന്നു. പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും ഭയഭക്തിയോട് കൂടി നിന്നുകൊണ്ടാണ് എന്താക്കേണ്ടത്? നമസ്കരിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വിശ്വാസികളെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സൂറത്തുൽ മുഅ്മിനൂനിൽ, അതുപോലെ സൂറത്തുൽ മാരിജിലൊക്കെ വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, തങ്ങളുടെ നമസ്കാരങ്ങൾ അവർ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നതാണ്. ഹാഫിൾ എന്നുള്ള വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സൂക്ഷ്മത പാലിക്കേണ്ട വിഷയം വരുന്നപ്പോൾ നമ്മൾ സൂറത്ത് നൂറിൽ പഠിച്ചിട്ടുണ്ടായില്ലേ? വിശ്വാസികളോടും വിശ്വാസിനികളോടും അല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്, അല്ലേ? ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും, അല്ലേ? സത്യവിശ്വാസികളോട് നബിയെ പറയുക എന്താണ്? അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഇതുപോലെ തന്നെ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. ഈ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസിനികളോട് പ്രത്യേകം അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു എന്താണ് കൽപ്പനയാണ്, അല്ലെ? അതിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് നമ്മളെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നമ്മൾ ഓരോരുത്തരും അതിനെ കൃത്യതയോട് കൂടി അനുസരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. ദൃഷ്ടി താഴ്ത്തുന്ന വിഷയത്തിലൊക്കെ നമ്മൾ വളരെ പോക്കാം. ഇന്നത്തെ സ്ത്രീകൾ വളരെ പോക്കാം. എല്ലാവരെയും നോക്കൂ, അല്ലേ? എത്ര വേണമെങ്കിലും നോക്കൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. അതിലൊന്നും നമ്മൾ വേണ്ടത്ര സൂക്ഷ്മത പാലിക്കുന്നേ ഇല്ല. എങ്ങനെയല്ലേ നെക്കാവൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കുന്നുണ്ടാവും. നമ്മളെ കണ്ണുകൾ താഴ്ത്തി നടക്കാനല്ലേ അള്ളാഹിൻ്റെ കൽപ്പന. ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ 4 പുറം നോക്കി എല്ലാവരെയും നോക്കി എന്താ പറയാലേ? അള്ളാഹ് പഠിച്ചവനെ, നമുക്കൊക്കെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകളൊക്കെ നമുക്ക് യഥാവിധി ഉൾക്കൊണ്ട് ഒതുക്കമുള്ള ഒതുങ്ങി ജീവിക്കുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാലില്ലേ സ്ത്രീകൾ പിന്നെ അവർക്ക് ഉത്തമ വീടാണെന്ന് പറഞ്ഞിട്ടില്ലേ? ശരിക്കും അത് തന്നെയാണ് നല്ലത്. അനങ്ങാണ്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ നമുക്ക് അവിടെ പോകാം, സ്വർഗത്തിൽ നല്ല കൂളായിട്ട് പോകാം. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, അല്ലേ? ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് തന്നെ അതാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ ആ ഒരു സൂക്ഷ്മത എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയാണ്, അല്ലേ? ഇപ്പം പിന്നെ അവർ മരണപ്പെട്ട സമയത്ത് മയ്യത്ത് മറമാടാൻ വേണ്ടി രാത്രി ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര പോലും അവരുടെ മയ്യത്ത് മറ്റുള്ളവർ കാണുന്നത് പോലും അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അല്ലേ, നമ്മളത്ര വേണ്ടത്ര സൂക്ഷ്മത പലപ്പോഴും ജീവിതത്തിൽ പാലിക്കപ്പെടുന്നില്ല. പല മേഖലകളിലും നമ്മളിങ്ങനെ ഇടപഴകി ഇപ്പം അതൊന്നും എന്തല്ല ഒരു പ്രശ്നമേ അല്ല എന്നുള്ള നിലക്ക് നമ്മളെ മാറ്റി ഈ ലോകത്തിൻ്റെ അവസ്ഥകൾ അതിനെതിരെ പറയുമ്പം പറയും പഴഞ്ചൻ
അല്ലെ ചിന്താഗതിയാണ്. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തടിയും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമ്മളങ്ങ് അവിടെ ഒതുക്കും. സോഷ്യലായിട്ട് ഇടപഴകൂല, അല്ലെ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്കാ. സത്യത്തില് നമ്മള് ഏറ്റവും സൂക്ഷ്മത അല്ലെ, ദൃഷ്ടി, കണ്ണുകൾ നമുക്ക് താഴ്ത്താൻ, നമ്മളെ കണ്ണുകളെ താഴ്ത്താ, സ്ത്രീകൾ ശബ്ദം കുറക്കുക, അല്ലെ ഇതൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലൊന്നും നമ്മൾ കൂടുതൽ പാലിക്കപ്പെടുന്നേ ഇല്ല. നമ്മള് സംസാരത്തിന്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ ആയിട്ട് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. റബ്ബേ, ഏറ്റവും നല്ലൊരു സാലിഹത്തായ ഒരു പെണ്ണായിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ചരിത്രം കേട്ടിട്ടുണ്ടല്ലേ, ഒരു വനിതയുടെ, മാഷാ അല്ലാഹ്, അവര് സംസാരിക്കുമ്പോ ഒക്കെ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ പറയുന്നതായിട്ട് പിന്നെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യം തോന്നിപ്പോയിന്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ, നമുക്കൊന്നും അത്രത്തോളൊന്നും എന്തായാലും പറ്റൂല. ഇന്നലെ യാദൃശികമായ ഒരു കാര്യം പറയാം. ഇന്നലെ ഞാൻ മക്കളടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ റിസ്വാൻ പറയുന്നുണ്ടായി, ഉമ്മ ക്ലാസ് എടുത്ത് ഉമ്മാക്ക് ഇപ്പോ പിന്നെ സംസാരിക്കാൻ അറിയില്ല, ഉമ്മ പറയുന്നതെല്ലാം ക്ലാസ്സാണ്. എന്ത് പറഞ്ഞാലും ഉമ്മ പിന്നെ ഉപദേശം എനിക്ക് ഓനെന്തോ ഒരു കാര്യം പറഞ്ഞാലും വീണ്ടും ഞാൻ മറുപടി പറയുന്നത് പിന്നെ ഇങ്ങനെ അള്ളാന്റെ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതാ നോക്ക് കണ്ട ഉമ്മാക്കിപ്പോൾ മറുപടി വർത്താനം എന്ന് പറയാനറിയില്ല, എല്ലാത്തിലും ഉപദേശം. എന്ത് പറയുമ്പോൾ പഠിച്ചോനെ അള്ളാ ഇങ്ങനെ പറയാൻ അറിയുന്നിട്ടുണ്ട് കളിയാക്കുന്ന മക്കള്. ഞാൻ പറഞ്ഞ് അതെല്ലാം നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് ഞാൻ വേറെ എന്തിനാ പറയാ. അപ്പൊ അതാ പിന്നെയും തുടങ്ങി എന്നിട്ട് എന്നിങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് വർത്താനം പറയാൻ കഴിയണ്ടായി എന്ന് പറയുന്നു ക്ലാസ് എടുത്തിട്ട്. എല്ലാം ക്ലാസ്സാന്ന് ഇപ്പോ. അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മള് അവരെ നന്മ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഓരോരോ എങ്ങനെ പറയാ, രാത്രി കിടക്കുമ്പോൾ വയല്, രാവിലെ ഉറങ്ങിയണീക്കുമ്പോൾ വയല്, സുബഹിക്ക് വിളിക്കുമ്പോൾ വയല്, മദ്രസയിൽ പോകുമ്പോൾ വയല്, ഏത് സമയം നോക്കും ഇതന്നെ. അല്ലാഹു അക്ബർ. മക്കളെല്ലോ അല്ലെ, മക്കളെ കാര്യത്തിൽ എന്തായാലും നമുക്കൊരു ആശങ്കയും ബേജാറും എപ്പോഴും ഉണ്ടല്ലോ. അല്ലാഹു എല്ലാ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, ആമീൻ. അപ്പൊ നമുക്ക് എന്തെടുത്താലും നമുക്ക് ഇതന്നെ പറയാനുള്ളൂ അല്ലെ, അല്ലാന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. വേറെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും വേദന പറയുമ്പോൾ വേഗം പറയും ദുആ ചൊല്ലിട്ട് തടവിക്കോ, പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനൊന്നും ഞാൻ ഇതാക്കൂല. അപ്പൊ അതിനെല്ലാം പറയും, എന്ത് പറഞ്ഞാലും ബാക്കി തന്നെ ഖുറാനും ഇതും തന്നെ പറയാനുണ്ടാവും എന്ന് പറയും. അല്ലാഹു അക്ബർ. അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ ആകണം അല്ലെ, നമുക്ക് ആ രൂപത്തിലാകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നിലക്കും സൂക്ഷ്മത പാലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പം അള്ളാഹു അതുപോലെ ലൈംഗികാവയവങ്ങളെ നിഷിദ്ധങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്ന, അതുപോലെ അനുവദനീയതിന് മാത്രം അത് ഉപയോഗിക്കുന്ന വിശ്വാസികൾ അള്ളാഹു പ്രത്യേകം പുകഴ്ത്തിയിട്ടുണ്ട്. അതും സൂറത്തുൽ മുഅ്മിനൂനും സൂറത്തുൽ മആരിജിലും അതേ വാക്കുകൾ വരുന്നുണ്ട് അല്ലെ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അല്ലെ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവർ. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ. അപ്പൊ അവർ ആക്ഷേപാർഹരല്ല. അപ്പം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ യഥാവിധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് ആര്? അവര്. വിശ്വാസികളുടെ ഗുണഗണങ്ങൾ എടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ച ഓരോ കാര്യങ്ങളെയും അത് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾ 2 കാര്യങ്ങൾ സൂക്ഷിച്ചാല് ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കാം. രണ്ട് കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളൂ അവിടെ. ഒന്നെന്താ? നാവ് അല്ലെ. 2 ഗുഹ്യാവയവം, താടിയെല്ലുകൾക്കിടയിലുള്ളതും തുടയെല്ലുകൾക്കിടയിലുള്ളതും. അത് സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ചാല് സ്വർഗത്തിന് ആര് ജാമ്യം നിൽക്കുന്ന പറഞ്ഞേ? നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജാമ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇത് രണ്ടും നമ്മൾ എന്താക്കണം? അടക്കി നിർത്തണം. അടക്കി നിർത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1-2 ദുആകൾ പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ദുആ ഉണ്ട് അല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. ഈ പ്രാർത്ഥനയില്ലേ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് എത്രാമത്തെ തവണയാണ് ആവർത്തിച്ച് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും തവണ ഈ ദുആ ആവർത്തിച്ച് വരികയാണ്. പല വിഷയത്തിലും ഈ ദുആ വരുന്നുണ്ട്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻറ്റ് ദുആയാണ് അല്ലേ.
പിന്നെ രാവിലെയും വൈകുന്നേരമുള്ള ഈ പ്രാർത്ഥനാ വചനങ്ങൾ നമ്മൾ ശരിക്കും അസ്മാൽ ഹുസ്ന എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരുപാട് തവണ ആവർത്തിച്ച് വന്നു ഈ പ്രാർത്ഥന. ഇവിടെ ഇവിടെ വരുന്ന ഏതാന്ന് വിഷയം വരുന്ന വെച്ചാല് പിന്നെ അല്ലാഹു മഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി ല്ലേ, വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. എല്ലാ നിലക്കുള്ള അഫവും ആഫിയത്തും പറയുമ്പോഴും പിന്നെ എല്ലാം ഈ ഒരു ദുആ കടന്നു വന്നിട്ടുണ്ടായി. ഇത് വളരെ നല്ലൊരു ദുആ ആണ്. രാവിലെയും വൈകുന്നേരം നമ്മൾ മറക്കാതെ ഈ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഫുവ് ആഫിയത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യമാണല്ലേ, നമുക്കൊരു സൗഖ്യം, എല്ലാ നിലക്കുള്ള ദുനിയാവിലും ആഖിറത്തിലുള്ള സൗഖ്യത്തിനാണ് ചോദിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലുള്ള സൗഖ്യം ലഭിക്കാന്ന് പറയുന്നത് പിന്നെ വേറെന്താ വേണ്ടേ അല്ലേ? അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ നല്ലൊരു ദുആയാണ്. രാവിലെയും വൈകുന്നേരം മറക്കാതെ എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. ഇത്രയും വളരെ നല്ല ദുആയാണ്. അറിയാത്തവർ നോക്കിയിട്ടെങ്കിലും അത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളുടെ ബുക്കിലൊക്കെ ഉണ്ടാവും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ. ഇത് മുടങ്ങാതെ മറക്കാതെ നമ്മൾ അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കി തന്നെ അതിലെ ഓരോ കാര്യങ്ങൾ, അതിലെ ഓരോ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഒതുവെടുത്ത് പിന്നെ വിരിപ്പൊക്കെ തട്ടി കൊടഞ്ഞ് പിന്നെ വലതുഭാഗം ചെരിഞ്ഞ് ഇത് ഓരോന്ന് ചൊല്ലി അല്ലെ, എനിക്ക് ഈ ദുആ ചൊല്ലി കിടക്കാൻ പറയുന്നുണ്ടല്ലേ. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ. നല്ലൊരു പ്രാർത്ഥന അവിടെ, ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ. അപ്പം ഈ പ്രാർത്ഥനകളൊക്കെ മടങ്ങാതെ മറക്കാതെ കിടക്കാൻ നേരത്തൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു വിശദീകരണം എന്നുള്ളതൊക്കെ നമ്മളിതൊക്കെ മനസ്സിലാക്കിയത്. അൽ ഹഫീൽ അൽ ഹാഫിൽ ഈ രണ്ട് നാമങ്ങളുടെ വിശദീകരണമാണ് ഇവിടെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നല്ല രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്താനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഇൽമ് നേടാനുള്ള അവസരം അള്ളാഹു നൽകിയത്. വിശ്വാസികൾ മരണം വരെ ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ ഏർപ്പെടണം എന്ന് പറയുന്നു. ഒരിക്കലും പ്രായം എന്തല്ല, അറിവ് നേടുന്നതിന് പ്രായം എന്നുള്ളത് ഒരു തടസ്സമേ അല്ല. നമുക്കൊക്കെ വയസ്സായി ഇനി പഠിക്കാനൊന്നും ഇല്ല, സമയമില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. കാരണം നമുക്കറിയാലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ 40-50 വയസ്സ് ആ ഒരു സമയത്താണെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ അറിവ് നുകർന്ന് പിന്നെ പഠിച്ചു തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്, നമുക്കറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അറിവ് നേടുന്ന വിഷയത്തിൽ നമ്മൾ പ്രായമോ ഒന്നും ഒരു തടസ്സമാക്കി വെക്കണ്ട. ഒന്നും തന്നെ നമ്മുടെ ജീവിത സൗകര്യങ്ങളൊന്നും നമ്മൾ അറിവ് നേടുന്ന വിഷയത്തിൽ തടസ്സമാക്കരുത്. ഇതിന് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. വെറുതെ കേട്ട് പോകാന്നുള്ളതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അമൽ ചെയ്യാൻ. ഒരു ഇൽമ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അമൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരു ദുആ പഠിച്ചാൽ അത് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ല, ഒരു ആയത്ത് നമ്മൾ കാണാതെ പഠിച്ചാൽ അത് നമസ്കാരങ്ങളിൽ നമ്മളത് എന്താക്കുക, പാരായണം ചെയ്യുക. അതിലെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ചിട്ടയോടുകൂടി
ജീവിതം ക്രമീകരിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി നല്ല മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായ നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ആ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവേ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ നാഥ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന സച്ചരിതരായ നല്ല അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവേ, അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് സദാസമയം നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട്, നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ തലമുറകളിലും അള്ളാഹുവെ നീ നിലനിർത്തണേ അല്ലാ. ദീനിയായ ഒരു കുടുംബം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെയും ജീവിതത്തിൽ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അള്ളാഹുവെ. ഏറ്റവും നല്ല മാതൃകായോഗ്യരായ നല്ല ഒരു കുടുംബങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാറ്റിത്തരണേ അള്ളാഹുവെ. ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള നല്ല തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. മുസ്ലിങ്ങൾ പല ഭാഗങ്ങളിൽ, ഫലസ്തീനിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു പൈതങ്ങൾ പോലും വളരെ മൃഗീയമായ രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. അവർക്ക് നീ സഹായം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സഹായം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഓരോരുത്തർക്കും അല്ലാഹുവേ, നീ അവരുടെ പ്രയാസങ്ങൾ നീങ്ങുന്ന വിധത്തിൽ അവർക്ക് സമാധാനപൂർണമായ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നീ പ്രദാനം ചെയ്യണമല്ല. ഏറ്റവും നല്ല ക്ഷമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിങ്ങൾക്ക് നീ കരുത്ത് നൽകണേ അല്ലാ. തകർന്നു പോയ ഐക്യത്തെ നീ ഐക്യത്തോടു കൂടി മുസ്ലിങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ കൂടി കീഴിൽ അണിനിരക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തരണേ അല്ലാഹുവേ. ഷിർക്കും ഖുറാഫാത്തും വിദാത്തും കൊണ്ട് നടക്കുന്ന മുസ്ലിമീങ്ങൾക്കെല്ലാം അല്ലാഹുവേ നീ ഹിദായത്തിന്റെ വെളിച്ചം പ്രദാനം ചെയ്യണേ അല്ലാ. ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്റെ നൂറ് എല്ലാവരുടെയും ഹൃദയത്തിൽ നീ ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ശക്തി പ്രദാനം ചെയ്യണം അല്ലാ. മുസ്ലിങ്ങളുടെ ഇജ്ജത്ത് നീ തിരികെ നൽകി അവർക്ക് ഏറ്റവും നല്ല ഉത്തമ സമുദായമായി ദുനിയാവിൽ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ ക്ഷയിപ്പിക്കണേ അല്ലാഹുവേ. അവരെ നീ ക്ഷയിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകണേ അല്ലാ. അവർക്ക് നീ പാപങ്ങളെല്ലാം പുറത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും റഹ്മാനായ റബ്ബേ നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാ. നാളെ നിന്റെ മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ റബ്ബേ വലത് കൈകൊണ്ട് ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. മഹ്ശറാ ലോകത്തിൽ നിന്നും വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ റഹ്മാനായ നാഥ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കത്തിയാളെന്ന നരകശിക്ഷയെ തൊട്ട് നാഥ ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم.
وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. Assalamualaikum warahmatullahi wabarakatuh.